മോളെ എനിക്ക് ആകെ ഒരു മോളാണുള്ളത്. കുഞ്ഞ് 7ാം മാസത്തിൽ 2 ഇരട്ട കുട്ടികളെ പ്രസവിച്ചു. അതോടെ സംബന്ധിച്ച് കുഞ്ഞിന് അടിവയർ കുറച്ചുണ്ടായിരുന്നു. അപ്പം കുഞ്ഞ് ഒരു യോഗ ക്ലാസ്സിന് പോയിക്കൊണ്ടിരുന്നു. അപ്പം അതുമായിട്ട് പിന്നെ കുഞ്ഞിനെ തുടർന്ന് പോകാൻ സാധിച്ചിട്ടില്ല. അപ്പം പിന്നെ ഇങ്ങനൊരു യൂട്യൂബിലൊരു പരസ്യം കണ്ട് അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് വിളിച്ചു സംസാരിച്ചപ്പോൾ അവർ 5 ലക്ഷം രൂപയാണ് ആദ്യമേ പറഞ്ഞത്. അപ്പോൾ കുഞ്ഞ് അതങ്ങ് വിട്ടു. പിന്നെ നീതുവിനെ അവർ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ഓഫറുണ്ട്, ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് കേട്ടു. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു വീട്ടുകാരോട്ട് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നീട് കുഞ്ഞിനെ നിരന്തരം വിളിച്ചിങ്ങനെ സംസാരിച്ചപ്പം കുഞ്ഞ് അതിന് തയ്യാറായി. അങ്ങനെ അവർ വയറ്റിലെ കൊഴുപ്പ് മാറ്റി വയറ് നിയന്ത്രിച്ച് കൊടുക്കാന്നുള്ള ഇതിലാണ് കുഞ്ഞിനെ കൊണ്ടുപോയത്. ശനിയാഴ്ച അഡ്മിറ്റ് ആവുന്നു. ഞായറാഴ്ച രാവിലെ കുഞ്ഞിനെ അവിടുന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്ന് ഈ സർജറി കഴിഞ്ഞ ശനിയാഴ്ച ദിവസം കുഞ്ഞിൻ്റെ ഭർത്താവിനെ കാണിച്ചിട്ടില്ല. മോളെ തന്നെ സർജറി കഴിഞ്ഞിട്ട് രാവിലെ ആണ് കുഞ്ഞിനെ വിളിച്ച് ഏൽപ്പിക്കുന്നത്. ഡിസ്ചാർജ് ആയിട്ട് വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. വീട്ടിൽ വന്ന് 11 മണി കഴിഞ്ഞപ്പം കുഞ്ഞിന് തല ചുറ്റൽ വരുന്നു. അപ്പം ഡോക്ടറെ വിളിച്ചു, നീതുവിന് തല ചുറ്റലെന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഉപ്പിട്ട് കഞ്ഞോളം കൊടുക്കാൻ പറഞ്ഞു. ഉപ്പിട്ട് കഞ്ഞോളം കൊടുത്തു. അത് കഴിഞ്ഞ് അതങ്ങ് ഛർദ്ദിച്ചു. പിന്നെ ചെറിയ ചെറിയ ആഹാരങ്ങളൊക്കെ കൊടുത്തു, അതും ഛർദ്ദിച്ചു. അപ്പോഴൊക്കെ പുള്ളിക്കാരനെ കോൺടാക്ട് ചെയ്യുന്നു. പുള്ളിക്കാരൻ പറഞ്ഞാൽ നിങ്ങളത് നോക്കണ്ട, വെള്ളം കൊടുത്തോളാൻ പറഞ്ഞു. വൈകുന്നേരം ആയപ്പം കുഞ്ഞിന് ഭയങ്കരമായിട്ട് ക്ഷീണം തോന്നിയപ്പം പറഞ്ഞു നാളെ രാവിലെ 9 മണിക്ക് ക്ലിനിക്കിൽ വരാൻ പറഞ്ഞു. അപ്പം മരുമോൻ ചോദിച്ചു വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോട്ടെ സാറേ, വൈഫിന് ഒട്ടും വയ്യ. വേണ്ട, അത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്, സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ എന്ന് ഡോക്ടർ പറയുന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് രാവിലെ 9 മണിക്ക് ഈ പറയുന്ന ക്ലിനിക്കുമായിട്ട് ബന്ധപ്പെട്ടപ്പം അവിടെ ചെന്നപ്പം കുഞ്ഞിന് ഹിമോഗ്ലോബിൻ കുറവായതുകൊണ്ട് ബ്ലഡിന് എഴുതി കൊടുത്തു. ആ 10 കുപ്പി PRCP എടുക്കാൻ പറഞ്ഞു. PRCP ബ്ലഡ് എടുത്തുകൊണ്ട് വന്നപ്പം പറഞ്ഞു 6 മണിക്കൂർ കഴിഞ്ഞ് ഇനി വൈഫിനെ കാണാൻ പറ്റുള്ളൂ, ഞങ്ങൾ ബ്ലഡ് അടയ്ക്കുവാണെന്ന് പറഞ്ഞു. ആ സമയം കൊണ്ട് കുഞ്ഞിൻ്റെ ഓഫീസിലൊന്ന് പോയി, അപ്പുറത്തെ ഓഫീസിലൊന്ന് പോയി. 6 മണിക്കൂർ കഴിഞ്ഞ് വന്നാൽ മതിയല്ലെന്ന് വിചാരിച്ചു. അപ്പം 3/4 മണിക്കൂർ കഴിഞ്ഞപ്പം വിളിക്കുന്നു, നീതുവിന് കണ്ടീഷൻ വളരെ മോശമാണ്, ഇവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ കാരണമെന്ന്. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ മോൻ അവിടെ എത്തിയപ്പം കാറിനകത്ത് കയറ്റുന്നതാണ് കണ്ടത്. എന്നിട്ട് കുഞ്ഞ് എൻ്റെ തൊട്ടു പുറവിലെ ബൈക്കും എടുത്തോണ്ട് നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ വരാൻ പറഞ്ഞു. മോനോ? സ്വന്തം വണ്ടിയിൽ കുഞ്ഞ് അനന്തപുരി എത്തിയപ്പോൾ ഇവർ വന്നിട്ടില്ല. ഇവർ 1.5 മണിക്കൂർ വൈകി ഈ ബ്ലോക്കിൻ്റെ ഇടയിൽ കൂടെ അവർ ആംബുലൻസിൽ കയറ്റാതെ കുഞ്ഞിനെ 1.5 മണിക്കൂർ വൈകിയാണ് അവിടെ കൊണ്ടുവന്നത്. അവിടെ കൊണ്ടുവന്ന് ഇവർ തന്നെ സ്ട്രെച്ചറിലാക്കി പെട്ടെന്ന് അന്ന് തന്നെ IC കൊണ്ടുപോയി അന്ന് തന്നെ ഡയാലിസിസിനും വെന്റിലേറ്ററിലും ആണ് കുഞ്ഞിനെ ഇട്ടത്. ഇതിൻ്റെ ഇടയ്ക്ക് അറ്റാക്ക് വന്നു, എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പിറ്റേന്ന് രാവിലെ 10 മണിക്ക് മോൻ്റെ അമ്മ എന്നെ വിളിച്ചു പറയുന്നത് നീതുവിനൊട്ട് സുഖമില്ല വരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇവിടെ എത്തിയത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ ഡിപ്പാർട്ട്മെൻറ്റ് അധികാരിയപ്പെട്ട മാർത്തണ്ഡമുള്ള സാറിനെ വിളിച്ചു. സാറ് മുഖാന്തരമാണ് ഇങ്ങനെയാണ് കുഞ്ഞിനെന്ന് അറിഞ്ഞ് സാർ ഇതിനെ വന്ന് 2:30 മണിക്ക് സാറിനെ കണ്ടപ്പം സാർ എന്നോട് പറഞ്ഞു 7 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയി. 3-ൻ്റെ അന്ന് എല്ലാവരും പറഞ്ഞു കുട്ടിക്ക് കണ്ടീഷൻ വളരെ മോശമാണെന്ന് പറഞ്ഞപ്പം വീണ്ടും സാറിനെ ഞാൻ പോയി കണ്ടപ്പോൾ സാറ് 2 കൈയും തൊഴുതുകൊണ്ട് പറഞ്ഞു മോള് നമ്മളെ കൈവിട്ടു പോയി എന്ന് പറഞ്ഞപ്പം നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഞങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ ഫാമിലി, ഭർത്താവിൻ്റെ ആൾക്കാർ എല്ലാവരും, ആ കുടുംബം കംപ്ലീറ്റ് ആൾക്കാരും ഈ 28-30 ദിവസം അനന്തപുരി ICയുടെ അവിടെ കാത്തിരുന്നു. ആദ്യം 36 ദിവസം കടന്നിട്ട് ഫെബ്രുവരി മാസം 1-ാം തീയതി വീട്ടിൽ പോയി. ഇപ്പൊ ഈ മുറിവ് ഓപ്പണാണ്. 31-ാം തീയതി. അല്ല, അവിടെ ചെയ്തത് 22-ാം തീയതി, ഫെബ്രുവരി 22-ാം തീയതി ചെയ്തു. ഫെബ്രുവരി മാസം 23-ാം തീയതി 9 മണിക്ക് വീട്ടിൽ വിട്ടു. അപ്പം ബാക്കിയൊക്കെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അത് കഴിഞ്ഞ് ഇവിടെ 22 ദിവസം ICUലായിരുന്നു, വെന്റിലേറ്റർ ഉപയോഗിച്ചുകൊണ്ടിരുന്നു. 36 ദിവസം ഇവിടെ കിടന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ 22-ാം തീയതി വീണ്ടും വന്നു. ഇത് ഓപ്പൺ ആയിരിക്കുന്നതുകൊണ്ട് ഇൻഫെക്ഷൻ അടിക്കും. അതുകൊണ്ട് ഇവിടെ തൊടിയിൽ തൊലി വെട്ടിവെച്ച് ആ ശസ്ത്രക്രിയ ചെയ്തു. കൈവിരലുകൾ ഇങ്ങോട്ട് കയറിയാൽ കൂടുതൽ മുറിക്കേണ്ടി വരും. അതുകൊണ്ട് കൈവിരലുകൾ മുറിച്ചു. കാലുവിരൽ 5 മുറിച്ചു. ഇന്നലെ മുറിച്ചാണ്. 5 വിരലുകളും കാലിൻ്റെതും വിരലും മുറിച്ച് കുറച്ചും കൂടെ കയറ്റി മുറിച്ചിട്ടുണ്ട്. പിന്നെ വലത്തെ കയ്യിലെ 2 വിരലിന് കംപ്ലൈൻ്റ് ഉണ്ട്. അത് ചികിത്സ ചെയ്ത് മാറ്റാമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതേ കണക്ക് തന്നെ വലത്തെ കാലിനെയും 2 വിരലിന് കംപ്ലൈൻ്റ് ഉണ്ട്. അതും ചികിത്സ ചെയ്ത് മാറ്റാമെന്ന് പറയുകയാണ്. ആരോഗ്യസ്ഥിതി എന്ന് പറയുന്നത്
പൂർണ്ണ ആരോഗ്യവതിയല്ല, അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഇത് അവിടെ നിന്ന് ഉള്ള ഡോക്ടർമാര് ഇവിടെ വരെയും ഓപ്പറേഷൻ തിയേറ്ററിലും ICUലും എല്ലാം കയറി കാണുകയൊക്കെ ചെയ്തപ്പോൾ ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, അതായത് 19/3 ഞങ്ങൾ PRക്ക് ഒരു പരാതി കൊടുത്ത് അവരെ ഒന്നും ഇവിടെ കയറ്റി ഞങ്ങളെ രോഗിയെ കാണിക്കരുതെന്ന് പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ അതിനുശേഷം അവരാരും വന്നിട്ടില്ല. അത് കാലതാമസം വരുത്തി. അത് ഇത്രയും, അതായത് സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ള ഒരു ഓപ്പറേഷൻ ചെയ്താൽ ഞങ്ങളിപ്പോൾ അന്വേഷിച്ചപ്പോൾ 5 ദിവസം ഹോസ്പിറ്റലിൽ കിടത്തുമെന്നാണ്. ഇത് 24 മണിക്കൂർ ആകും മുമ്പേ തന്നെ ഇഞ്ഞു വിട്ടു. അവിടെ ഓപ്പറേഷൻ ചെറുതായിട്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് അത് മൊത്തം വയറ്, അതിന്റെ ചിത്രം ഞാൻ തന്നായിരുന്നു. അവസ്ഥ കണ്ടില്ലേ? ഇരട്ട കുട്ടികളാണ്, 2 ഇരട്ട കുട്ടികളെ രണ്ടാമത് റീ ഓപ്പൺ ചെയ്ത് കൊണ്ടുവന്ന് എന്താ സംഭവിച്ചെന്ന് അവർ തുറന്ന് വീണ്ടും റീ ഓപ്പൺ ചെയ്തു. ഞങ്ങൾ എഴുതി കൊടുത്തു സർജറി എമർജൻസി ആയിട്ട് വേണമെന്ന്. കൊണ്ടുവന്നതിന്റെ അന്ന് രാത്രി അവര് ബോർഡ് കൂടി അന്ന് സർജറി കഴിഞ്ഞു. എന്ത് ചെയ്തു? ഈ പറഞ്ഞ ശശാങ്കനും ഉണ്ടായിരുന്നു. ഈ ശശാങ്കൻ അവിടെ ചെയ്ത ഡോക്ടർ ശശാങ്കനല്ല, ഫുള്ള പേര് പറയണം. ഷിനോൾ ശശാങ്കൻ എന്നാണ് ഓപ്പറേഷൻ ചെയ്ത സ്ത്രീയുടെ പേര്. ഷിനോൾ ശശാങ്കൻ എന്നാണ് അവരെ കൂടെ സബായിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ നിന്നത് അഖില മോഹനാണ്. അതിന്റെ ഓണറാണ് ബിബിലാഷ് എന്ന് പറയുന്ന ആള്, ആ ക്ലിനിക്കിന്റെ ഓണർ. ബിബിലാഷ് ഞങ്ങളുമായിട്ട് മോനെ വിളിച്ചു. മോൻ പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറയുന്നത്, ഈ ശസ്ത്രക്രിയയിൽ 100 പേർക്ക് ചെയ്യുമ്പോൾ ചിലപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കും. നിങ്ങൾ ആൾക്കാർ കേട്ടതുകൊണ്ടോ വേറെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോയാൽ ഞങ്ങളെ ഒന്നും ചെയ്യാനൊന്നും കഴിയില്ല. ഞങ്ങൾക്ക് ഡൽഹിയിൽ നിന്നുള്ള അഡ്വക്കറ്റൊക്കെയാണ് ഞങ്ങൾക്കുള്ളത്. നിങ്ങൾക്ക് അത് നിങ്ങൾ മാനുഷിക പരിഗണന ഉള്ളത് കൊണ്ട് അന്നത്തെ രീതിയിൽ എന്താ എന്ന് വെച്ചാൽ ആശുപത്രിയിൽ ബില്ലടയ്ക്കാം, നിങ്ങൾ എഴുതി തരണം. കേസിന് അന്ന് നമുക്ക് 10 ലക്ഷം രൂപ ആയുള്ളൂ അടയ്ക്കാം. നിങ്ങൾ അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ 30 ലക്ഷം രൂപ ആയി. അപ്പം അല്ലെങ്കിൽ എഴുതിക്കണം, കേസിന് പോകാൻ പാടില്ല എങ്കിൽ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, കൈ വിരലുകളെല്ലാം മുറിക്കുമെന്ന് പറയുന്നു, കുട്ടിക്ക് ജോലി നഷ്ടപ്പെടും. അപ്പോൾ ഇതിനൊക്കെ ഉത്തരവാദി ആരാണ് പറയുന്നത്? നിങ്ങൾക്ക് എവിടെ നിന്നോ അഡ്വക്കേറ്റ് വരട്ടെ, ഞങ്ങൾക്ക് നിയമപരമായിട്ട് ആനുകൂല്യം കിട്ടുവാൻ നമ്മൾ സർക്കാരിന്റെ അടുത്ത് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതൊരു ഭീഷണിയാണല്ലോ. ആ ചോദ്യം തന്നെ ഒരു ഭീഷണിയാണല്ലോ. അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവുമല്ലോ. അപ്പൊ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അറിയാം അതൊരു ചെറിയ രീതിയിലുള്ള സ്നേഹപരമായിട്ടുള്ള ഒരു ഭീഷണിയാണ്. അപ്പോൾ ഞാനത് പറഞ്ഞു, നിങ്ങള് മനുഷ്യത്വപരമായി പെരുമാറണം. അതിന്റെ ഓണർ ബിബിലാഷ്, ഡോക്ടർ ബിബിലാഷാണ് ഇങ്ങനെ ഒരു സ്വരം പറഞ്ഞത്. പിന്നെ ഞങ്ങൾ അവരുമായിട്ട് കൂടുതൽ അവരെ അടുത്തുനിന്ന് ഒരു നീതി കിട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല, ഇരട്ട കുട്ടികളാണ് ഇവര്, ഏക മകളാണ്. അവർക്ക് ഇനി ജോലി ചെയ്യാൻ കഴിയില്ല. ഒരു സ്ത്രീ ജനിച്ചാൽ അവർക്ക് സ്വന്തമായിട്ട്, അതും എഞ്ചിനീയറാണ്, അവളിനി അവളെ നോക്കുന്നത് എൻ്റെ മോൻ നോക്കേണ്ട ഒരു അവസ്ഥയാണ്. ഇവരെയും ആര് നോക്കണം? എൻ്റെ മോൻ നോക്കണം. ഒരു സ്ത്രീയുടെ അവകാശവും ജീവിത ഭാരവും അല്ലേ നശിച്ചിരിക്കുന്നത്. അവർക്ക് ജീവിക്കാനുള്ള അവകാശമില്ല. അവളിനി ആരെങ്കിലും ആശ്രയിച്ചിട്ടല്ലേ ജീവിക്കാറുള്ളൂ. ഇതിനൊക്കെ ഞങ്ങൾക്ക് നീതി കിട്ടണം. ഇതാണ് ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. അതുമാത്രമല്ല, നിങ്ങൾ ഈ വാർത്ത കൊടുക്കുമ്പോൾ ഒരു കാര്യം, ഇതേ കണക്കുള്ള കുട്ടികളുണ്ട്, അവരും കൂടെ ഇത് കേൾക്കണം. നിങ്ങളൊന്നും അബദ്ധത്തിൽ ചെന്ന് ചാടരുത്. നിങ്ങൾ ഇത് കണക്ക് അവർ ചെല്ലുമ്പോൾ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞു ഇതൊക്കെ ചെയ്യും. ഞാൻ എൻ്റെ മക്കളെന്നുള്ള രീതിയിൽ അവരടുത്തും കൂടെ പറയുകയാണ് ഈ അവസരത്തിൽ. ഇതേ എനിക്ക് പറയാനുള്ളൂ. അതെ, പിഴവ് കൊണ്ട് കോസ്മെറ്റിക്കൽ ഹോസ്പിറ്റൽ എന്നാണ് ആ ഹോസ്പിറ്റലിന്റെ പേര്. അത് ഇവിടെ കഴക്കൂട്ടത്ത് അരശമൂടിലാണ് സ്ഥാപിക്കുന്നത്, ഇത് നടത്തുന്നത്. ഇവർക്ക് പേട്ടയിലൊരു ഹോസ്പിറ്റലുണ്ട്, അത് ഇതേ പേരിൽ തന്നെ. അത് പുള്ളി ലൈനിലാണ്. അത് അടച്ചിട്ട് ഇട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്.
അവര് ഈ സമ്മറി തന്നത് അവിടുത്തെ തരാതെ ഞങ്ങൾക്ക് ഇവിടെയാണ് തന്നത്. അപ്പോൾ അവരടുത്ത് ഞങ്ങൾ അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്ന് വെച്ചാൽ അത് ഇവിടെ ഇപ്പോൾ തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് ഇവിടുത്തെ തന്നാണ്, ഇത് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പേട്ടയായിട്ട് അവിടെ ജനങ്ങളെ അന്വേഷിച്ചപ്പോൾ അവിടെയും ഇതേ കണക്കുള്ള പ്രശ്നം വന്ന നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാണ് പറയുന്നത്. അതും അന്വേഷണത്തിൽ വരണം, പോലീസ് അന്വേഷണത്തിൽ വരണം. ഇത് ഞങ്ങൾ ആദ്യം പോലീസ് കമ്മീഷണർക്കാണ് പരാതി കൊടുത്തത്. കുട്ടിയുടെ അച്ഛനാണ് കൊടുത്തത്. അത് FIR ഇട്ടത് തുമ്പ പോലീസ് സ്റ്റേഷനിലാണ്. ഇത് അന്വേഷിക്കുന്നത് ACP ആണ് അന്വേഷിക്കുന്നത്.